നമസ്കാരം. കൂടുതൽ വിനീതരാകുന്നതിനെക്കുറിച്ചല്ലാതെ മറ്റെന്താണ് ഈ ദിവസം ധ്യാനിക്കേണ്ടത്? എൻ്റെ അവിവേകങ്ങളാണ് എന്നെ പലപ്പോഴും അഹന്തയിലേക്ക് നയിച്ചിട്ടുള്ളത്. ചില കഥകൾ നമ്മുടെ ബോധത്തിനുള്ള പ്രഹരങ്ങളാണ്. അത്തരമൊന്ന് ചരിത്രത്തിൽ നിന്ന് വായിക്കാം. മഹാനായ അശോക ചക്രവർത്തി ഒരു ദിവസം രഥത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ബുദ്ധ സന്യാസി എതിരെ വരുന്നത് കണ്ട് രഥം നിർത്തി. സന്യാസിയുടെ മുന്നിൽ ശിരസ് നമിച്ച് പ്രണമിച്ചു. അത് കണ്ട് മന്ത്രിമാരിൽ ഒരാൾക്ക് അസ്വസ്ഥതയുണ്ടായി. അദ്ദേഹം രാജാവിനോട് ചോദിച്ചു, മഹാരാജാവ് തല കുനിക്കുന്നത് അപമാനമല്ലയോ? രാജാവ് മന്ത്രിയുടെ ചോദ്യത്തിന് ഉത്തരം പറയാതെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ഒരു ആട്ടിൻ തലയും ഒരു പുലിയുടെ തലയും ഒരു മനുഷ്യന്റെ തലയും അടിയന്തരമായി ഹാജരാക്കുക. ആടിൻ്റെ തല ഇറച്ചിക്കടയിൽ നിന്നും, പുലിയുടെ തല ഒരു വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും, ഒരു മനുഷ്യൻ്റെ ശിരസ് ശ്മശാനത്തിൽ നിന്നും ലഭിച്ചു. രാജാവ് മന്ത്രിയോട് പറഞ്ഞു, ഈ 3 ശിരസും എടുത്ത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പണവുമായി വരിക. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ആടിൻ്റെ തല വിറ്റുപോയി. കുറെ കഴിഞ്ഞപ്പോൾ നായാട്ടിൽ കമ്പമുണ്ടായിരുന്ന ഒരു പ്രഭു വന്ന് പുലിയുടെ തലയും വാങ്ങിച്ചു. സന്ധ്യയായിട്ടും വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും മനുഷ്യന്റെ തല സ്വീകരിക്കുവാൻ ആരും വന്നില്ല. തിരിച്ചെത്തിയ മന്ത്രിയോട് ചക്രവർത്തി പറഞ്ഞു, മന്ത്രി അവറുകളെ നോക്കുക, പ്രാണൻ പോയ ശരീരത്തോട് ആരും അടുക്കുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ഇതല്പം നേരത്തെ മനസ്സിലാക്കുകയും അതനുസരിച്ച് ലോകത്തിൽ മരിച്ച് ജീവിക്കുന്ന ജ്ഞാനികളുടെ പാദത്തിൽ വീണ് നമസ്കരിക്കുന്നതിൽ എന്ത് തെറ്റാണ് ഉള്ളത്? അല്ലെങ്കിൽ തന്നെ ഇത്ര നിഗളിക്കാൻ നമുക്ക് എന്താണുള്ളത്? ദൈവത്തെ നമസ്കരിക്കുന്നതും പരസ്പരം നമസ്കരിക്കുന്നതും വല്ലാതെ കുറഞ്ഞു പോകുന്ന ഈ കാലത്ത് അഹങ്കാരികൾ പെരുകുന്നത് സ്വാഭാവികമാണ്. അതോ അഹങ്കാരികൾ പെരുകുന്നതുകൊണ്ടാണോ നമസ്കാരങ്ങൾ കുറഞ്ഞു വരുന്നത് എന്നൊരു സന്ദേഹവും കഴിഞ്ഞിടെ നമ്മളൊന്ന് പങ്കുവച്ചതാണ്. നീ ഇത് ഓർക്കുന്നുണ്ടോ സുഹൃത്തെ? സത്യവിശ്വാസത്താൽ അനുസരണക്കേടിനെ പുറത്താക്കുവാനും കോപത്തെ മായ്ച്ചു കളയുവാനും അഹങ്കാരത്തെ അമർത്തുവാനും ദോഷജനകങ്ങളായ എല്ലാ സ്വഭാവങ്ങളെയും നിർമൂലമാക്കുവാനും നിസ്തുലമായ നിർമ്മല ബുദ്ധിയെ സമ്പാദിപ്പാനും പുണ്യപ്രവൃത്തികളോടുകൂടി ദൈവത്തിന് പ്രസാദകരമായ ഭാഗ്യ അവസാനം പ്രാപിക്കുവാനും സുഹൃത്തെ നിനക്കും എനിക്കും ഇടയാകണം. നമസ്കാരം.